എടി ടിവിയുടെ ഒക്കെ സൗണ്ട് കുറയ്ക്കടി. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വൈകിട്ടത്തെ ഒരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ ഇന്ന് ഡിന്നറിനാണ് പെട്ടെന്നാണ് വൈകിട്ട് അപ്പം മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ കരുതി ഇന്ന് ഒരു വ്ളോഗാക്കാവുന്നത്. എൻ്റെ സൗണ്ട് ഭയങ്കര ബോറാണ്, കാരണം പനി പിടിച്ചിരിക്കുമ്പോഴാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇത് ഒരാഴ്ചയ്ക്ക് മുന്നേ എടുത്ത വീഡിയോ ആണ്. ഇപ്പോൾ പനിയൊക്കെ ആയതുകൊണ്ട് പേരിൽ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റില്ല. അപ്പം നെത്തോലിയുണ്ട്, അയിലയുണ്ട്, മത്തിയുണ്ട്, പിന്നെ മീൻകറി വെക്കാനുള്ള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കപ്പ വേവിച്ചിട്ടുണ്ട്, കപ്പ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്, മത്തി വറുത്തതുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ? അത്താഴത്തിന് കഴിക്കാനുള്ളത് നമ്മുടെ മീൻ വറുത്തത്, മത്തി വറുത്തത്, മോര് കറി, സാമ്പാർ, കപ്പ വേവിച്ചത്, കപ്പ പുഴുങ്ങിയത്, ചമ്മന്തി, അയിലക്കറി എന്താ വിളമ്പിയിട്ടുണ്ട്. ഉച്ചയ്ക്കത്തെ അച്ചാറുണ്ട്. അപ്പോൾ കഴിച്ച് കാണിക്കാവേ. അപ്പോൾ മോരേറി ഒഴിക്കുവാന്ന്. ഉച്ചയ്ക്കത്തെ മോരേറി ഉണ്ടായിരുന്നു, പിന്നെ മീൻ വറുത്തത്, മത്തി വറുത്തത്, പിന്നെ കപ്പ ഇച്ചിരി ഏറെ എടുക്കുന്നുണ്ട്, കാരണം അത് കുഴച്ച് കഴിക്കാനൊക്കെ കൊണ്ടുള്ള ഒരു ടേസ്റ്റിന് വേണ്ടി കേട്ടോ. പിന്നെ നമ്മുടെ അയിലക്കറി നല്ല ഫ്രഷ് അയിലായിരുന്നേ. കഴിക്കാൻ പോണേ. എടി ടിവിയുടെ ഒക്കെ സൗണ്ട് കുറയ്ക്കടി. വോയിസ് ഓവർ എങ്ങനെ എടുത്തു. ഓക്കെ, നമ്മൾ കഴിക്കുവാണേ. അടിപൊളി അടിപൊളി. നല്ല നല്ല പച്ച അയിലയാ. നല്ല ടേസ്റ്റ് ഇല്ലേ അമ്മേ? കഴിച്ചോ? നല്ല പച്ച അയിലയാ. നല്ലവണ്ണം പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അടിപൊളി സാധനം കേട്ടോ. അടിപൊളി. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. ഇനി ഹസ്ബൻഡ് കഴിച്ചിട്ട് ബാക്കി റിവ്യൂ പറയാം. ഓക്കെ, നല്ല ടേസ്റ്റ് അല്ലേ? അധികം അറിയില്ല. അപ്പൊ പ്ലേറ്റ് ചക്കര എടുത്ത് നിർത്താം അല്ലേ? അപ്പോൾ ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റ പറ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതേപോലെ നല്ല നല്ല ഫുഡുകൾ ഉണ്ടാക്കുമ്പോൾ വീഡിയോ എടുത്തിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.